കോട്ടയത്തെ ആകാശപാതയിലേക്ക് വരികയാണ്. തീർച്ചയായും ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്നുള്ളതാണ്. കോട്ടയത്തെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്നുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നാണ് റിപ്പോർട്ട്. പാലക്കാട് IIT, ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ ചേർന്നാണ് ഈ ബലപരിശോധന റിപ്പോർട്ട് നടത്തിയത്. ആളുകൾ എന്തു പറയുന്നു ആകാശപാതയെക്കുറിച്ച് നോക്കാം. ആദ്യം ആകാശപാത കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമുണ്ട്. ഇതുകൊണ്ട് ഗുണമുണ്ടാവും. പിന്നീട് ഇപ്പോഴല്ല ഒരു കാര്യം ചെയ്തു വരുമ്പോഴല്ല അറിയുന്നത്. ഒരു ഗുണമില്ല. ഉണ്ട്, ഗുണമുണ്ട്. പെട്ടെന്ന് വരണമെന്നാ പറയുന്നത്. പറഞ്ഞോ വല്ല പൊളിച്ചു മാറ്റണോ? ഇത് മേൽക്കൂര ഇത് പറയാൻ തുടങ്ങിയിട്ട് 3-4 കൊല്ലമായില്ലേ പൊളിച്ചു മാറ്റണം. ചിലവർ പൊളിച്ചു മാറ്റണം എന്ന് പറയുന്നു, ചിലവർ അവിടെ ഇരിക്കട്ടെ തുടങ്ങണമെന്നും ഒക്കെ പറയുന്നത്. ഈ തുടങ്ങിയിട്ട് കാര്യം എന്നാ എടുക്കാനാ? ഇപ്പം എല്ലാവർക്കും മുട്ടുന്ന വേദന പറഞ്ഞ് മനസ്സിലാവുക. ഇത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ വേദം മേമ്പാലം ഉണ്ടാക്കി പണിയുമാവോ അടിപൊളിയായിട്ടിരിക്കും. ഇത് ചുമ്മാ നഷ്ടക്കളി. ആകാശപാത പൊളിച്ചു മാറ്റണം കാര്യമില്ല. പറഞ്ഞിട്ട് എത്ര പറയുന്നത് കാര്യമില്ല. കാണുന്നതല്ല, ഇതൊക്കെ വെറുതെയാ. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യായിരുന്നല്ലോ. ഇതൊക്കെ ഇപ്പൊ മാറുന്നില്ല. 100 അഭിപ്രായം ഇത്രയും പണിത് വന്നത് പിന്നെ ഇവർക്ക് ചെയ്യായിരുന്നില്ല. ഇത് വേണ്ടാന്നുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അറിയരുതാനും. പിന്നെ ഇതൊക്കെ രാഷ്ട്രീയ കളി. ഇത് ഇമ്മ മുതലെടുപ്പോ, അല്ല വേറെ ഒന്നുമില്ല. ശരി, ഈ സംഭവത്തെക്കുറിച്ച് അല്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി എന്ത് പറയുന്നു എന്ന് കേൾക്കാം. കോടതിയിലുണ്ടെങ്കിൽ ആ കാര്യം കോടതിയിലല്ലേ ആദ്യം അറിയിക്കേണ്ടത്. കോടതിയിൽ അറിയിക്കാതെ കോടതിക്ക് പുറത്താണ് ഈ കാര്യങ്ങൾ പ്രഖ്യാപനമൊക്കെ നടക്കുന്നത്. കോടതിയിൽ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. 7 പ്രാവശ്യം കോടതിയിൽ നിന്ന് ആവർത്തിച്ച് ഓരോ ഡയറക്ഷൻസ് വന്നിട്ടുണ്ട്. ആ ഡയറക്ഷൻസ് ഒന്നും ഉത്തരവില്ല. അവർ ഒളിച്ചു കളിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ബോധപൂർവമായിട്ട് ഇത് തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. രാഷ്ട്രീയ പ്രതികാരമാണെന്ന് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം കോട്ടയം നിയോജക മണ്ഡലത്തിലെ സകല വർക്കുകളും ചവിട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് മാത്രമാണ് ഞങ്ങൾ ചില പണികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കോട്ടയം പട്ടണത്തോട് അങ്ങനെ അനീതി കാണിക്കരുത്. തിരുവഞ്ചൂരിന്റെ പ്രതികരണമാണ് കേട്ടത്. രാഷ്ട്രീയ പ്രതികാരം, സർക്കാരിന്റെ പ്രതികാരം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഷിനോജ് എസ്റ്റി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഷിനോജ്, നേരത്തെ ആകാശപാതയുടെ താഴെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷിനോജ് പറയുന്നതും അവിടെ പ്രതികരണം എടുക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒക്കെ തഗ്ഗായിരുന്നു. ഈ മേൽക്കൂര പൊളിച്ചു നീക്കുമോ? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ ബലക്ഷയം കാരണം ഇതിന്റെ ആകാശപാതയുടെ മേൽക്കൂര പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നതാണ് ഈ വിദഗ്ധ സമിതിയുടെ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. പാലക്കാട് IIT അതുപോലെ തന്നെ ചെന്നൈ ഈ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററും കൊണ്ട് ചേർന്ന് നടത്തിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കണ്ടെത്തലുകളുള്ളത്. അതായത് ഇതിന്റെ മേൽക്കൂര, അതായത് ഈ അടിസ്ഥാന തൂണുകൾക്ക് പ്രശ്നമില്ല നിലവിൽ, പക്ഷേ ഇതിന്റെ മേൽക്കൂര പൂർണ്ണമായും പൊളിച്ചു മാറ്റണം. കാരണം ഇതിന്റെ തുരുമ്പുകൾ, പല കമ്പികൾ, അതായത് മേൽക്കൂരയിലെ പല കമ്പികൾ ഇതിനോടൊപ്പം തന്നെ തുരുമ്പെടുത്താണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ സഹിതം നേരത്തെ കാണിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്നൊരു റിപ്പോർട്ടാണ് നിലവിൽ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തെ മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ ഇത് വ്യക്തമാക്കിയതാണ്. എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കണമെന്നാണ് മന്ത്രിയും അന്ന് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ട് കൂടി സർക്കാരിന്റെ മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും സ്ഥലം MLA ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഇതൊരു സർക്കാരിന്റെ ഒരു പ്രതികാരം തീർക്കൽ നടപടി കൂടിയാണ്. കാരണം 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ പദ്ധതിക്ക് വേണ്ട ധനസഹായം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. 2015 ഡിസംബറിലാണ് ഈ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങുന്നത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നത്. അന്ന് 5.18 കോടി രൂപ മുതൽ മുടക്കിലാണ് ഇതിന് നിർമ്മാണം ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത്. അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണയും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി ഇങ്ങനെ ഒരു കാര്യമില്ലാതെ നീണ്ടുപോയത് എന്നൊരു വാദമാണ്. പൊളിച്ചു നീക്കണമെന്നാണ് വിദഗ്ധ സമിതി പറയുന്നത്.